കാര്യങ്ങളൊക്കെ അങ്ങനെ ചിത്ര വൈഡായിട്ട് ചെയ്യുന്നില്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അതിനൊക്കെ ചെറിയൊരു മാറ്റം കൊണ്ട് നോക്കും ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പ് ആകുമ്പോഴാണെന്ന് തോന്നുന്നു. രണ്ടാമത് അതിലേക്ക് തന്നെ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ വൈകിലേക്ക് ഒന്ന് എല്ലാവരും കൂടി നമ്മൾ ഒരുമിച്ച് പോകുമ്പോൾ പലർക്കൊരു ശക്തി ഉണ്ട്. അതിനകത്ത് ബിഗ് സാർ ഒരു കഥ പറഞ്ഞിരുന്നു, യൂട്യൂബിൽ നിന്നൊക്കെ ഇവിടുന്ന് കേൾക്കുന്നതാണ് കഥ. അതേപോലെ എല്ലാവരും ഇത് സംഘമായിട്ട് ചെയ്യുമ്പോൾ അതിനൊരു ബലം പ്രത്യേകമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സൗകര്യം എന്താ വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട ബിസിനസ്സല്ല, നമ്മളെല്ലാവരും കൂടി ചെയ്യേണ്ട ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പ്രോസ്പെക്ട്സിനെ നിങ്ങൾക്കൊരു ക്ലയൻസിനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് ഒറ്റയ്ക്ക് പോയി സംസാരിക്കേണ്ട. നമ്മളെല്ലാവരും ഈ ഒരു ഒഴുക്കിൽ കൂടെ നീതി പോകാനുള്ള ഒരു കാര്യമാണ് ഇതിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് ഇങ്ങനെ എല്ലാവരും സംസാരിക്കുക, ജസ്റ്റ് ഒന്ന് ആ ഒരു ബന്ധം പുതുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ള ഒരു വിദാശംസ നോക്കും, ഞങ്ങളെ ഈ ഒരു ടീമിലുള്ള വിദാശംസ നമുക്ക് തരികയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ജസ്റ്റ് സാറോ സാറൊക്കെ ചേർക്കുന്നുണ്ട്. ആ കഥ ഒന്ന് പറഞ്ഞു കൊടുക്കിട്ടോ, അവനെ മനസ്സിലായിട്ടോ. അല്ല ഒരു കഥ പറഞ്ഞത് അത് നല്ല പോയിന്റിലെ കഥയാണ്, നല്ല പോയിന്റിലെ കഥയാണ്. അതായത് നമ്മള് അവിടെ കഥ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് വേണ്ടി പറയാൻ പറയുന്നത്. അപ്പൊ നമ്മള് കഥ എങ്ങനെയാണ്, അതായത് പിന്നെ പിന്നെ കഥ എന്ന് പറഞ്ഞാൽ കേട്ട കഥയാണ്. ഇപ്പോ 9 പറഞ്ഞ സംഖ്യ നമ്മളെ 8 പറഞ്ഞ സംഖ്യയെ തച്ചു. ഈ 8 7 തച്ചു ഇങ്ങനെ ലാസ്റ്റ് 2 1 തച്ചു. അതായത് നടക്കുന്ന തച്ചപ്പോൾ 2 1 തച്ചു. 1 തച്ചപ്പോൾ 1 പിന്നെ അടിക്കാൻ ആളില്ല, 0 ആണ്. അപ്പോൾ 0 എന്ത് ചെയ്തു, ഈ 1 കൂട്ടി പിടിച്ചു, അത് 10 മാറി. 10 പിന്നെ 100 200 1000 ഇങ്ങനെ ആയി. ഇതാണ് നമ്മൾ ഒരാളെ ഒറ്റക്കുള്ള ഒരാളെ നമ്മൾ കൂട്ടിപ്പിടിക്കുക. നമ്മളെ കൂട്ടിപ്പിടിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആളുകൾ വലിയ ബെനിഫിറ്റ് ഉണ്ടാക്കി കൊടുക്കാം. ഈ ലോകത്ത് നമ്മൾ ഒരു കൂട്ടർമേൽ പോകുന്ന സമയത്താണ് ലോകം തന്നെ വിജയിക്കുന്നത്, അല്ലേ? നമ്മുടെ രാജ്യമല്ല, മൊത്തത്തിലുള്ള കൂട്ടിപ്പിടുത്തത്തോടു കൂടിയാണ്. അപ്പോൾ നമുക്കൊരു എല്ലാവർക്കും ഒരു നല്ലൊരു ഇൻകം, ഒരു വരുമാനം ഇതുപോലെ ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് ഇന്ന് ലോകത്തില്ല. കാരണം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ നമുക്കിത് മനസ്സിലാക്കാത്തതാണ്. കാരണം നമ്മൾക്ക് ഒരുപാട് മണിക്കൂർ, ഞാൻ ഒരുപാട് കഥകൾക്ക് പറയാനുണ്ട്, എക്സ്പീരിയൻസ് പറയാൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഞാൻ എൻ്റെ മോനെ ഈ മാസം നോമ്പിന് 15 കഴിഞ്ഞ ശേഷം ടെക്സ്റ്റൈൽസ് ജോലിക്ക് പോയി. അത് എടുത്ത പണിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ പിന്നെ 17 മണിക്കൂർ ജോലി ചെയ്യും. 17 മണിക്കൂർ ജോലി ചെയ്തിട്ട് ഞാൻ കൊണ്ട് 25ാമത്തെ നോമ്പിൻ്റെ അന്ന് പച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫാമിലിയോട് ഞാൻ പറഞ്ഞു, ഞാൻ പെരുന്നാളിൻ്റെ അന്ന് ഞാൻ പോയിന്റ് പറഞ്ഞു, ഞാൻ മനസ്സിലാക്കേണ്ട പോയിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ പെരുന്നാൾ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചാണ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആ പോയിന്റ് ഞാൻ പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞതിൻ്റെ വിഷയം ഞാൻ ഇപ്പോൾ പറയാണ്. ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചു, ഞാൻ എൻ്റെ മോനോട് ചോദിച്ചു, നീ എത്ര മണിക്കൂർ ജോലി ചെയ്തു, അനക്ക് അയാൾ തന്ന ശമ്പളം എത്രയുണ്ട്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശമ്പളം മോനോട് പറഞ്ഞു 600 രൂപയുടെ ശമ്പളം തന്നിരുന്നോ, അതായത് 600 രൂപയുടെ ശമ്പളം തന്നിരുന്നോ. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഈ 600 രൂപ ശമ്പളം എനിക്കൊരു ദിവസമാണ് കിട്ടിയത്, ഒരു ദിവസം. പിന്നെ 600 രൂപ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓക്കെ അല്ലേ, ഒരു ശമ്പളം, ഒരു ആവറേജ് ശമ്പളമാണെന്ന് കണക്കൂട്ടാം. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഈ മോദിഗറെ ഞാൻ കണക്ട് ചെയ്യുമ്പോൾ സ്ഥാനത്ത് നമ്മൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. സാറ് ഈ മാസം പിന്നെ എത്ര സെലക്ട് ചെയ്തിട്ടുണ്ടോ, ഒരാഴ്ചൻ്റെ ഉള്ളിൽ മോദിഗറിന്റെ പ്രൊഡക്റ്റ് എത്ര രൂപ? ഈ മാസം നമുക്ക് 4000 രൂപയുടെ പ്രൊഡക്റ്റ്. ഈ 4000 രൂപയുടെ പ്രൊഡക്റ്റ് ഒരു ദിവസം നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ 3000 രൂപയുടെ പ്രൊഡക്റ്റ് കിട്ടും. നിങ്ങൾക്ക് എത്ര കിട്ടിയിട്ടുണ്ടാവും? 700 രൂപ കിട്ടില്ല, ഇല്ലേ? എങ്ങനെ? 650 രൂപയുടെ മേലെ നമുക്ക് ഡിസ്കൗണ്ട് തരും. 600 രൂപ പിന്നെ അക്കൗണ്ട് തരൂലേ? 100 രൂപ അക്കൗണ്ട് വന്നു. ഈ 100 അപ്പോൾ 700 രൂപ കിട്ടി. പേര് കിട്ടിയത് വേറെ, പരിഗണിച്ചത് വേറെ. ഇത് മനസ്സിലാക്കേണ്ട വിഷയം പറയണത്, ചിന്തിക്കണം. ഇത് ബ്യൂട്ടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ വണ്ടി ഞാൻ ചോദിച്ചു എത്ര മണിക്കൂർ ജോലി ചെയ്തു? അപ്പോൾ രാവിലെ 9 മണിക്ക് പോയിട്ട് രാത്രി 2 മണിക്കാണ് എൻ്റെ വീട്ടിൽ എത്തുന്നത്. അത് 4 മണിക്കത്തെ ദിവസമുണ്ട്, ലാസ്റ്റ് ദിവസം 4 മണിക്കത്തെ ദിവസമുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു അതിൻ്റെ ശമ്പളം എത്രയുണ്ട്? അപ്പോഴും പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു അറിവല്ല വലുത്, തിരിച്ചറിവാണ് വലുത്. നമ്മൾ തിരിച്ചറിയണം നമ്മൾ എത്ര മണിക്കൂർ ജോലി ചെയ്തിട്ടാണ് അദ്ദേഹം നമുക്ക് ഈ പൈസ തന്നത്, 600 രൂപ തന്നത്. 6 മണി സാധാരണ ഒരു മാസം ഒരു ടീച്ചർക്ക് കിട്ടുന്ന ശമ്പളത്തിന്
അവർ ചെയ്യുന്ന ആ ജോലിക്ക് 6 മണിക്കൂറാണ് ജോലി അല്ലേ. 9 മണി പോയാൽ 3:30 മണിയാകുമ്പോൾ സ്കൂളുകളുണ്ട്. അതേപോലെ തന്നെ ഒരു ജോലിക്ക് പോകുന്ന വ്യക്തി 8 മണിക്കൂർ മാക്സിമം പണി എടുക്കും അല്ലേ. 7 മണിക്കൂർ 8 മണിക്കൂർ അവിടെ കിട്ടുന്നത്ര 1000 രൂപ കൂട്ടിക്കൊടുക്കും. മോദിക്കാർ ചെയ്യാൻ സിമ്പിളല്ലേ. മോദിക്കാരിൽ 3000 രൂപയുടെ പ്രൊഡക്റ്റ് വിറ്റാൽ 700 രൂപ അല്ലേ. ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ കിട്ടണില്ലേ, ലോയാലിറ്റി വാങ്ങാൻ കിട്ടണില്ലേ. ഒന്ന് ആലോചിക്കാണ്. 17 മണിക്കൂർ എൻ്റെ മകൻ ജോലി ചെയ്തു. 17 മണിക്കൂർ ചെയ്തിട്ട് അവന് കൂടി കിട്ടിയത് 600. ഞാൻ അവനോട് ചോദിച്ചു, ഡബിൾ പണി എടുത്തിട്ടാണ് 600 രൂപ അല്ലേ. ഡബിൾ പണിയാണ് കൊടുത്തത്, എന്നിട്ട് ഇവിടെ 600. ഓൻ എൻജോയ് ആണ്. പക്ഷെ ഓൻ എന്ത് ചെയ്തില്ല, തിരിച്ചറിയില്ല. ഞാൻ അവനോട് പറഞ്ഞു, 25ാമത്തെ നോമ്പിന് ഞാൻ ഇതിനകത്ത് പറയാത്തതിൻ്റെ കാരണം അപ്പം ചിന്തിക്കാൻ പറഞ്ഞു. ഇത് ചിന്തിക്കാൻ തുടങ്ങിയാൽ എന്താവും, പിന്നെ മണിക്കൂല ഓടോ എത്തും അല്ലേ. അപ്പൊ ആ മലയാളികളെ അധികം പാടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞുതരാം. പെരുന്നാളെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം നമ്മുടെ വരുമാനം എത്രത്തോളം കൂട്ടാൻ കഴിയുമോ അതാണ് നമ്മളെ വിജയം. നമ്മുടെ ജോലി എത്രത്തോളം കുറക്കാൻ കഴിയുമോ അതാണ് നമ്മളെ വിജയം. അല്ലാതെ കുറേ ജോലി ചെയ്ത് കുറച്ച് ശമ്പളം വാങ്ങാനല്ല. പക്ഷെ കുറച്ച് ജോലി ചെയ്ത് കുറേ ശമ്പളം വാങ്ങാൻ പറ്റിയ ഒരേ ഒരു മേഖലയാണ് ലാബ് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളെ നമ്മൾ കൊട്ടങ്കറ്റ തവളയായി മാറുക എന്നല്ലാതെ ഒരു മാർഗം ഇതിലില്ല അല്ലേ. കുറച്ച് കഴിയുന്ന സമയത്ത് ഒരു രൂപക്ക് നമ്മൾ ഒരു വൈകില്ലാതെ പോകുന്ന സമയം നമുക്ക് വരാണ്ട്. കുറച്ച് പ്രായം കഴിയുമ്പോൾ നമുക്ക് വരുമാനം ഉണ്ടാവില്ല. ഞാൻ ഇതിൽ വർക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ പല രീതിയിലും ഞാൻ നല്ല ഒരു രീതിയിൽ തന്നെ നാട്ടിൽ കെട്ടിപ്പടുത്തൊരു കൺസൾട്ടന്റ് വർക്കാണ് ഞാൻ ചെയ്തത്. പല ആളുകളും കുറേ ആളുകൾ വെച്ചിട്ടാണ് ഞാൻ ജോലി ചെയ്തത്. എനിക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത്ര കാലം 20 വർഷം ഞാൻ ജോലി ചെയ്തിട്ട് എനിക്ക് പാസീവ് ഇൻകം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒരു സ്ഥിര വരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ഞാൻ ചെയ്താൽ 5 കൊല്ലം ചെയ്താൽ 25 അല്ല 100 കൊല്ലം എനിക്ക് പാസീവ് ഇൻകം കിട്ടുന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടാണ് ഞാൻ ഇതിലേക്ക് കടന്നു വന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കിട്ടുന്നതിൻ്റെ കാര്യം